കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ലൊരു മസാല ദോശ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുക്കറിൻ്റെ പവറിനനുസരിച്ച് നല്ല വിസിൽ കൊടുത്ത് നന്നായിട്ട് വെന്തുടയുന്നത് പോലെ കിട്ടണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഉടച്ചെടുത്ത് വെക്കണം. നന്നായിട്ട് ഉടച്ചെടുത്ത് വയ്ക്കുക കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും ഒഴിക്കാം, വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഒഴിച്ചു കൊടുത്തിട്ട് അല്പം കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ ഒരു അര സ്പൂൺ ഉഴുന്നുപരിപ്പാണ് കേട്ടോ. ഉഴുന്നുപരിപ്പ് അതിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഈ സമയം നമുക്ക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ്. ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം നൈസായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് വഴന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 ഒക്കെ ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ എരിവൊന്നും വേണ്ട. ദോശയുടെ കൂടെ അങ്ങനെ കഴിക്കുമ്പം കൂടുതൽ എരിവൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും അങ്ങനെ കൂടുതൽ കരിഞ്ഞൊന്നും പോകണ്ട കേട്ടോ. ഒന്ന് വഴന്നാൽ മതി. ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി. ഈ സമയം നമുക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തിയാണ്, കഴിക്കാനും നല്ലതാണ്, കാണാനും നല്ലതായിരിക്കും. ക്യാരറ്റിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു സവാള നൈസായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിയണ്ട കേട്ടോ. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കില്ലേ. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നു കണ്ടില്ലേ. ഈ സമയം നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഇതിലേക്കൊക്കെ ചേരാനായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കിഴങ്ങിൽ നമ്മൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങിയിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്കൊക്കെ ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞ ഫ്ലേവറൊന്നും വേണ്ട കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അല്ലെങ്കിൽ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പൊക്കെ പാകണ്ടോയെന്നൊക്കെ നോക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളക്കട്ടെ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. പൊട്ടറ്റോ നല്ലപോലെ ഉടച്ചതുകൊണ്ട് കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. എല്ലാം നന്നായിട്ട് പിടിച്ചോളും കേട്ടോ. അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഒന്ന് വഴറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദോശയുടെ കൂട്ടൊക്കെ തലേദിവസം റെഡിയാക്കി വെക്കണം. സാധാരണത്തെ ദോശ പോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അതൊരു കയ്യിലൊഴിച്ചിട്ട് വളരെ നൈസായിട്ട് പാനിലേക്ക് നമ്മൾ പരത്തി കൊടുക്കണം. ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. ഇനി അതിലേക്ക് അല്പം നെയ്യോ ഓയിലോ എണ്ണയോ എന്തെങ്കിലും ഓരോരോ ഇഷ്ടം പോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിയൊന്ന് മൂത്ത് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ സമയം നമുക്ക് സെൻറ്ററിലേക്ക് അല്ലെങ്കിൽ അവരവരെ ഇഷ്ടം പോലെ മസാലക്കൂട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഒരല്പസമയം ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.